ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അനി സംസാരിക്കുകയാണ്. അപ്പോൾ അനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല, മുത്തശ്ശൻ നയനയെടുത്തിനെ വിളിച്ചായിരുന്നോ? ഒളിഞ്ഞും മാറി നയനയെടുത്തി ആരോ വിളിക്കുന്നതൊക്കെ കണ്ടു. എന്താ മുത്തശ്ശൻ്റെ ഉദ്ദേശം? മുത്തശ്ശൻ സത്യം പറ. എന്തിനാ എല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഈ നാടകത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ, നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാൻ അവളോട് സംസാരിച്ചിട്ടൊന്നുമില്ല. ദേ മുത്തശ്ശ, കള്ളം പറയരുത് കേട്ടോ വെറുതെ. മുത്തശ്ശൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഇന്ന് മുത്തശ്ശൻ ഏട്ടത്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ഏട്ടത്തി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്കറിയാം. അത് പിന്നെ ഇത്രയൊക്കെ മോൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് എന്നിങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പം അനി ചോദിച്ചു, എന്തിനാ മുത്തശ്ശി നിർത്തിക്കളഞ്ഞത്? പറയാനുള്ളത് പറഞ്ഞൂടെ? അപ്പം മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറയാം, നീ മുത്തശ്ശീനെ കൊണ്ട് പറയിക്കൊന്നും വേണ്ട. പക്ഷേ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ഇവിടെ നടന്നതൊക്കെ ഒരു പരീക്ഷണമാണെന്ന് മാത്രം നീ കരുതിയാൽ മതി. ആദർശിനെ ഞാൻ കൊടുത്തൊരു ചെറിയ പരീക്ഷണം. നീ എല്ലാം കേട്ട ശേഷം നയനയുടെ അടുത്തേക്ക് പൊക്കോ. എന്നിട്ട് നയനയോട് കാര്യങ്ങൾ തിരക്ക്. അവൾ വിശദീകരിച്ച് പറയും. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് നീ സമാധാനപരമായിട്ട് കേൾക്ക്. മുംബൈയിലേക്ക് പോയ ആദർശ് തല താഴ്ത്തിയല്ലേടാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. മൂർത്തീസ് ജ്വല്ലറിയുടെ MD താഴ്ന്ന തലയുമായി വരുമ്പം അതിനേക്കാൾ തല കുമ്പിട്ട് പോകുന്ന ആരാ? ഈ ഞാനല്ലേ. അവനോട് ഞാൻ ഇവിടുന്ന് പോകുമ്പം ആവുന്ന വിധത്തിൽ പറഞ്ഞതാണ്, ഒരു ശത്രു നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, നീ സൂക്ഷിക്കണമെന്നൊക്കെ. പക്ഷേ എന്നിട്ടും അതവന് മനസ്സിലായില്ല. അതിൻ്റെ ശിക്ഷയാണ് അവന് കിട്ടിയത്. എന്നാലേ ഇനി ഒരിക്കലും അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കമ്പനിയിലെ യഥാർത്ഥ ശത്രുവിനെ അവൻ തന്നെ കണ്ടെത്തണമെന്ന് എനിക്ക് തോന്നി. അത് തെറ്റായിട്ട് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അതുകൊണ്ടാണ് കടുത്ത നിലപാടുകൾ ഞാൻ എടുത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ അവൻ്റെ ഉള്ളിലെ ഈഗോ വളരണം. അവൻ തന്നെ കമ്പനീനെ രക്ഷിക്കുന്നത് കാണണം. ഇപ്പം ആ രീതിയിൽ തന്നെ അല്ലേടാ അനി അതെല്ലാം വന്നിരിക്കുന്നത്. കമ്പനി വീണ്ടും തിരിച്ചു കയറി. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ഇത് എന്നോട് നേരത്തെ പറയണ്ടായിരുന്നോ? അതെന്തിനാ നിന്നോട് പറയണത്? ആരോടും പറയാതിരുന്നിട്ട് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയില്ലേ? ഇനി നീ ഇത് എല്ലാവരെയും അറിയിക്കുമെന്നും വേണ്ട. ഞാനിതാരോടും പറയാൻ പോകുന്നില്ല. എനിക്ക് സന്തോഷമായി. അപ്പം മുത്തശ്ശി പറഞ്ഞു, എൻ്റെ മോനെ എന്നെ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട് എന്നോട് എല്ലാം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഞാനും ഓരോന്ന് കിള്ളി ചോദിച്ചിട്ടാ ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ എന്നിട്ടാ പറഞ്ഞത്. നയനമോട് വീട് വിട്ടു പോയപ്പം അത് സഹിക്കാൻ വയ്യാതെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് കുറേ ചൂടായി. അപ്പോഴാ സത്യമല്ല എന്നെ അറിയിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനും ഇതറിയാൻ പോകുന്നില്ലായിരുന്നു. ആദർശം നയനയും വീട് വിട്ടു പോയതിന് ശേഷം ഇദ്ദേഹം ശരിക്കൊന്നും ഉറങ്ങിയിട്ട് കൂടിയില്ല മോനെ. അതൊക്കെ ഞാൻ കാണുന്നതല്ലായിരുന്നോ? തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു. ഇന്ന് നമ്മൾ ആ മത്സരം ജയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ആരാന്നറിയാമോ? അതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എടാ കാരണവന്മാരായിട്ട് കൈമാറിയ ജ്വല്ലറി അല്ലേ, അതിനൊരു കോട്ടവും തട്ടാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ ജ്വല്ലറി നന്നായിട്ട് പോകത്തുള്ളൂ. നമ്മൾ നല്ല സ്വർണം കൊടുത്താലേ കൂടുതൽ ആൾക്കാർ സ്വർണം മേടിക്കാൻ വരത്തുള്ളൂ. കള്ളത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷെ കള്ളത്തരങ്ങൾ മാത്രം ചെയ്യുന്ന, കള്ളക്കടത്ത് സ്വർണം വിറ്റ് ക്യാഷ് ആക്കുന്നവർ, അതും നാട്ടിലുള്ളവരല്ല, പുറത്തുള്ളവർ, അത് നമ്മൾ രണ്ടാമതും മൂന്നാമതൊക്കെ ആക്കിയില്ലേ, അത് നമുക്ക് സഹിക്കുമോ? പക്ഷേ കുടുംബത്തെ മറന്ന് ഞാൻ സ്നേഹിക്കുന്നു ബിസിനസ്സിനെ എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. പുറമേ പറഞ്ഞില്ല എങ്കിലും എല്ലാവരും ഉള്ളിൽ വെച്ചോണ്ടാണ് നടക്കുന്നത്. നീ സഹിതം അതങ്ങ് തിരുത്തിക്കോ. എനിക്ക് കുടുംബമാണ് ഏറ്റവും വലുത്, ഏറ്റവും മുഖ്യം. അത് കഴിഞ്ഞിട്ട് ബിസിനസ്സും മറ്റെന്തുമൊക്കെ ഉള്ളൂ. മുത്തശ്ശനോട് എനിക്ക് നല്ല വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലേ ഇപ്പം പഴയതിനേക്കാൾ കൂടുതൽ ആരാധനയാണ് തോന്നുന്നത്. മുത്തശ്ശന് എന്താ പറയുക, ശരിക്കും തങ്കപ്പെട്ടൊരു മുത്തശ്ശൻ, മുത്തുപോലൊരു മുത്തശ്ശൻ. സ്വർണം എന്ന് പറയുന്നില്ലേ, ഇതാണ് പത്തരമാറ്റ് സ്വർണം, പത്തരമാറ്റ് സ്വർണ്ണ മനസ്സുള്ള മുത്തശ്ശൻ. ഏതായാലും ഞാൻ ഈ കാര്യം ചെന്ന് ഏടത്തിയോട് ചോദിക്കട്ടെ. അതുവരെ മുത്തശ്ശൻ ഏടത്തിനെ വിളിച്ച് പറയരുതേ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഞാൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അനി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ, ഈ കോമ്പറ്റീഷൻ ജയിച്ചതോടെ നമ്മുടെ ജ്വല്ലറി ഇപ്പം വളരെ ഉയരത്തിലാണ്. ഇനിയെങ്കിലും ആദർശനെ തിരിച്ചു വിളിച്ചൂടെ? അതിനൊരു സമയം കാലമുണ്ട്, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇനിയിപ്പോൾ എപ്പോൾ തിരിച്ചു വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുത്തച്ഛൻ്റെ മനസ്സ് ഇതാണല്ലോ, ഇത് മതി എനിക്ക്. അതുകൊണ്ട് എനിക്കിനി ഒരു ശങ്കയില്ല, ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് തിരിച്ചു പോയിട്ടോ അങ്ങ് നടന്നു പോയേ. മുത്തച്ഛനും സത്യത്തിൽ ഓരോരുത്തരോട് സത്യം തുറന്നു പറയുമ്പോൾ മനസ്സിൽ നിന്ന് എന്തോ ഭാരം ഇറക്കി വെച്ചതുപോലെ. അങ്ങനെ നമ്മുടെ ആദർശല്ല മുത്തശ്ശി പറഞ്ഞു, ഇതുപോലെ സത്യങ്ങൾ അറിയാൻ ഒരാളും കൂടെ ഉണ്ട് ആദർശ് മോന്. അതൊക്കെ പതുക്കെ അറിഞ്ഞോളും.
പതുക്കെ അറിഞ്ഞാൽ മതി. ഇതേ അറിയാലോ, നയനമോള് ഭർത്താവിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാറില്ല. ഇവിടെ എൻ്റെ വാക്ക് കേട്ട ആദർശിൽ നിന്നും മറച്ചു വെച്ചിരിക്കുക കാര്യങ്ങളെല്ലാം. അത് കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവൾ മറച്ചു വെച്ചിരിക്കുന്നത്. അവൾക്കറിയാം എല്ലാം ശരിയാവും, എല്ലാം ശരിയായി കലങ്ങി തെളിഞ്ഞൊരു ദിവസം വരും നമുക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാളവികേനെയാണ് കേട്ടോ. മാളവികയാണ് മറവിൽ നിന്ന് കളിക്കുന്നതെന്ന് ഡേവിഡിനോ അഭിക്കോ ഒന്നും അറിയത്തില്ലല്ലോ. ഏതായാലും മാളവികയുടെ അടുത്തേക്ക് നമ്മുടെ അഭി വരികയാണ് കേട്ടോ. അപ്പം സന്തോഷം പുറത്ത് കാണിച്ചാൽ പ്രശ്നമല്ലേ. അപ്പം മാളവിക മനസ്സിൽ വിചാരിച്ച് സന്തോഷം പുറത്ത് കാണിക്കേണ്ട, സങ്കടം നടിക്കാന്ന്. അഭി ഉണ്ടല്ലോ. അപ്പം അഭി വന്നു. അഭി വന്ന ഉടനെ ചോദിച്ചു, എന്തു പറ്റി, ആകെ വിഷമമാണോ? വിഷമമാണോന്നോ? എനിക്കറിയത്തില്ല. നമ്മൾ ജഡ്ജസിനെ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്തതാണ്, പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് വിജയം അവരുടെ ഭാഗത്തായില്ലേ. അത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കള്ളക്കളി ഉണ്ടോയെന്ന് എനിക്ക് സംശയം മാളവിക. അനന്തമൂർത്തി അത്രയ്ക്ക് നിസ്സാരക്കാരനൊന്നും അല്ലെന്ന് നിനക്കറിയത്തില്ലേ മാളവിക. അയാളെ എന്തെങ്കിലും തരുക്കിടപ്പണി കാണിച്ചോന്ന് ഇനി പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഡിസൈൻ വേറെ ആരെക്കാളും ഒത്തിരി മുകളിലായിരുന്നു. അതേ മാളവിക, നിറം മങ്ങിയ ഡിസൈൻ അവിടെ ഒന്നാമതെത്തിയത്. അത് ഓർത്തിട്ടാ എനിക്ക് അറിയാൻ മേലാത്തത്. നീ ഏതായാലും ഭയക്കണ്ട. നിന്റെ സ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടത്തില്ല മാളു, നീ പേടിക്കുമൊന്നും വേണ്ട. നിനക്കൊപ്പം ഞാൻ ഉറച്ചു നിൽക്കല്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പം ഡേവിഡ് സാറിൻ്റെ മുഖം കണ്ട് ഞാനൊന്ന് പേടിച്ചു പോയി. നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടിയത് തല താഴ്ത്തി പോകുന്ന അനിയെയും നയനെയൊക്കെ കാണാൻ വേണ്ടിയാ. എൻ്റെ ഭാര്യ നവ്വി പോലും അവിടെ എത്തിയത് അതിനാ. പക്ഷേ വിധി എതിരായി പോയില്ലേ. ഡേവിഡ് സാർ എന്തെങ്കിലും അഭിസാറിനോട് പറഞ്ഞായിരുന്നോ? അയാൾ എന്ത് പറയാനാ, ഞാനല്ലേ അയാളോട് പറയേണ്ടത്. പിന്നെ മറ്റു ചിലരും. അല്ല, ആരായി മറ്റു ചിലരും? ഇടയ്ക്കിടയ്ക്ക് അഭിസാർ അങ്ങനെ പറയുന്നുണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതാരാ? അതൊക്കെ ഞാൻ പിന്നീട് വ്യക്തമാക്കാം മാളു. ഇപ്പം നീ അത് അറിയാൻ സമയമായിട്ടില്ല. ഏതായാലും മാളുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവത്തില്ല, അത് നീ അറിഞ്ഞാൽ മതി. നീ വേറൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാളുവിൻ്റെ മുഖത്തൊന്ന് തലോടിയിട്ട്, ഭയങ്കര പഞ്ചാരയാട്ടോ, തലോടിയിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുക. സോറി കേട്ടോ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ് തോളോട് തോൾ ചേർന്ന് നടക്കേണ്ടത്. പക്ഷെ ഞാനും എൻ്റെ ഭാര്യയും അങ്ങനെയല്ല. അവളുടെ വിചാരം ഏതോ കൊമ്പത്തെ ആളാണെന്നാ. അവൾ കാരണമാണ് എനിക്ക് ജോലി കിട്ടിയെന്ന് അവളുടെ ഭാവം. ഞാനില്ലായിരുന്നെങ്കിലേ അവൾ ഇവിടെ ഇല്ല എൻ്റെ പൊന്നുമാളൂ. അവൾ വല്ലും സീറോ. പിന്നെ ഞാൻ നിനക്കൊപ്പം ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് അറിയാലോ, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയൊക്കെ നടക്കണം. അപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് മാറിയിട്ടോ. ഇനിയിപ്പം അടുത്ത ലക്ഷ്യം എന്താ? മാളവികേനെയാണ് ഇനിയിപ്പം അടുത്തൊരു കുരുക്കിട്ട് പിടിക്കാൻ വേണ്ടി അഭി ഇങ്ങനെ കുരുക്കിട്ട് വെച്ചിരിക്കുന്ന ഒരു ഊരാക്കുടുക്കിലിട്ട് വെച്ചിരിക്കുന്ന ഒരാൾ. ഈ സമയത്ത് മാളവിക തന്നെ സ്വയമേ വിചാരിക്കാണ് കേട്ടോ അഭി പോയപ്പോൾ, സ്വന്തം ചേച്ചിയും അമ്മയൊന്നും പറയുന്നത് വിശ്വസിക്കാതെ ഇയാളെയാണല്ലോ ആ നവ്യ എന്ന് പറയുന്ന പെണ്ണ് വിശ്വസിക്കുന്നത്. എങ്ങനെ അതിന് സാധിക്കുന്നു എന്നൊക്കെ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശിനെയും നയനയാണ്. അപ്പോൾ ആദർശും നയനയും ഭയങ്കര സംസാരമാണ് കേട്ടോ. നമ്മുടെ നയനയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അനി ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു. ഒരു തൂണിൻ്റെ മറവിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു മത്സരം ജയിച്ച സമയത്ത്. ആ സമയത്ത് അവന് സംസാരിക്കാൻ വാക്കുകൾ പോലും കിട്ടിയില്ല. അവിടുത്തെ മൊത്തത്തിലുള്ള മൂഡ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയിരുന്നു. അവനെ കുറ്റം പറയാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ നന്ദുവും കൂടത്തിലുണ്ട് കേട്ടോ. നന്ദു ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, കൺഗ്രാജുലേഷൻസ്, തകർപ്പൻ വിജയത്തിന് ആശംസകൾ എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും ആദർശ്, അല്ല ആരാ മെസ്സേജ് അയച്ചത്, നീ എന്താ നോക്കുന്നത്? അത് പിന്നെ അൺനോൺ നമ്പറാ, ആരാന്ന് അറിയത്തൊന്നുമില്ല. അല്ല നീ ഇങ്ങ് തന്നേന്ന് പറഞ്ഞ് ആ മെസ്സേജ് നമ്മുടെ ആദർശം വായിച്ചു നോക്കിയിട്ടോ. അപ്പം നന്ദുവിനോട് പറഞ്ഞു, ഇതെപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾ തന്നെയാണല്ലോ, നമ്മുടെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരോ ആണിത്, അതിനുവേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ അയക്കുന്നത്. ഇനിയിപ്പോൾ അത് മുത്തശ്ശനായിരിക്കുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അതിനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പം നന്ദി ചോദിച്ചു, അല്ല പിന്നെ ആരാ ഇത്ര കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് തരുന്നത്? അതുപോലെ തന്നെ ഒരു വിജയം ഉണ്ടായപ്പം ഉടൻ തന്നെ അഭിനന്ദിക്കുന്നത് അതാരായിരിക്കും? ഇതുപോലെയുള്ള പണിയൊന്നും മുത്തച്ഛൻ കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന്. അപ്പം നയന ഉടനെ തന്നെ നന്ദുവിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞു, എന്തായാലും സമയത്ത് പലരെയും അയക്കുന്നുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്ദു പറഞ്ഞു, ആദർശേട്ടനെ നയനേച്ചിയൊക്കെ 100% സത്യസന്ധമായിട്ടല്ലേ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരിക്കും. ഇത് ദൈവം അയക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ആദർശ് പറഞ്ഞു, എന്തായാലും ഈ മറഞ്ഞിരിക്കുന്ന ആളെ എന്തെങ്കിലും ഒരു ദിവസം കാണാൻ പറ്റുമല്ലോ, അയാൾ വെളിച്ചത്ത് വരാതിരിക്കത്തില്ലല്ലോ, എന്നേലും വെളിച്ചത്ത് വരുമല്ലോ, അപ്പം നമുക്ക് കാണാമല്ലോ എന്നൊക്കെ.
ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിപ്പുണ്ട്. അത് നമ്മുടെ നവ്യാണെന്ന് ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആരെയാ അനിയെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി അനന്തപുരി തറവാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പാടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്, കാരണം വിജയം കൈവരിച്ചിരിക്കുകയല്ലേ. ഏതായാലും അങ്ങോട്ടേക്ക് നമ്മുടെ അവന്തിക വരികയാണേ. അവന്തിക വന്നു. അവന്തിക വന്നിട്ട് അനിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അനിയെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ചാരി ഇങ്ങനെ സെറ്റിയിൽ. അപ്പം അനിയെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ, ഈ വിജയത്തിന് മുമ്പിൽ ഒരു ശക്തിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി. അത് അറിയാമോ അനിയേട്ടന്? അപ്പോഴത്തേക്കും അനി, ഓ പിന്നെ ദേ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നയനേടത്തിയാണ്, പിന്നെ ആദർശേട്ടനും. അവർ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇന്ന് മൂർത്തി ജ്വല്ലറി വിജയിച്ച് നിൽക്കുന്നത്. ഓ, എല്ലാ ക്രെഡിറ്റും എന്തിനാ നയനയ്ക്ക് കൊടുക്കുന്നത്? അതിനുള്ള അവകാശം നയനേടത്തിക്കുള്ളത് കൊണ്ട് കൊടുക്കുന്നത്. എൻ്റെ അനിയേട്ട പോയത് മുതൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു, അറിയാമോ? കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും മാത്രമല്ല, അവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഞാനൊരു അമ്പലത്തിലായിരുന്നു. പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ മടുത്തു. ലാസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് അന്നദാനവും കഴിച്ചിട്ടാണ് വന്നത്. അത്രത്തോളം വൃദ്ധഭക്തിയോട് കൂടിയാണ് ഞാൻ ഇന്നിരുന്നത്, അറിയാമോ? ഓഹോ, അത്രയ്ക്കൊക്കെ ക്വാളിറ്റിയുള്ള പെൺകുട്ടിയാണെങ്കിൽ നീ എൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചേനെ, നീ നിൻ്റെ പാട് നോക്കി പോയേനെ. ദേ ഇപ്പോഴും ഞാൻ പറയാണ്, നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് ഈ കല്യാണം ഉണ്ടല്ലോ, അതിനോട് എനിക്കൊരു താല്പര്യമില്ല. അത് പിന്നെ അനിയേട്ടന് 1000 തവണ എന്നെ വെറുത്താലും അതിൻ്റെ ഇരട്ടി ഞാൻ അനിയേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട് അനിയേട്ട. അതെന്താ അനിയേട്ട മനസ്സിലാവാത്തത്? അതുകൊണ്ട് ഈ കല്യാണം നടക്കണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ഓഹോ, നീ എന്നെ കൊല്ലാനായിട്ട് ജനിച്ചതാണോടി എന്ന് നമ്മുടെ അനി ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി വന്നിട്ട്, എന്താ മക്കളെ ഇത്? നിങ്ങൾ കണ്ടാൽ അപ്പം തന്നെ വഴക്കാണല്ലോ. അത് പിന്നെ അമ്മായി കണ്ടില്ലേ, ഞാൻ ഇന്നത്തെ ദിവസം പ്രാർത്ഥനയായിരുന്നു അനിയേട്ടന് വേണ്ടിയിട്ട്. അതൊന്നും പറഞ്ഞിട്ട് അനിയേട്ടന് വിശ്വാസം ആവുന്നില്ലെന്നേ, അതെന്താ അങ്ങനെ? അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞ് ഇവൻ വിശ്വസിക്കില്ല. കാരണം മോളെ ഇവന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലോ, അപ്പം പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നമ്മൾ ആരും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അവൻ ഇതൊക്കെ അംഗീകരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. എടാ, ഇന്നത്തെ വിജയത്തിൻ്റെ ഒരു പങ്കേ മോൾക്കും കൂടി കൊടുക്കണം. ഇവളെന്ത് ചെയ്തിട്ടാ ഇവക്ക് ഞാൻ പങ്ക് കൊടുക്കേണ്ടത്? എന്താ അമ്മായി പറയുന്നത്? അവന്തിക മോളെ, നിനക്ക് കല്യാണം തീരുമാനിച്ചതിന് ശേഷമല്ലേ ഈ നേട്ടങ്ങളൊക്കെ നിനക്കുണ്ടായത്. അത് ഇവളുടെയും കൂടെ സത്യം പറഞ്ഞാൽ ഭാഗ്യമാണ്. നിങ്ങളുടെ കൂടിച്ചേരൽ ദൈവങ്ങൾ പോലും ഇഷ്ടപ്പെടുന്നുണ്ട്, അത് മനസ്സിലാക്കുക. അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി, അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഓ, പിന്നെ ഈ വിജയത്തിന് പിന്നിലെ മറ്റു പലരുടെയും പ്രാർത്ഥനയാ വല്യമ്മേ. മറ്റു പലരുടെയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെയല്ല, വല്യമ്മയും വല്യച്ഛനും അതുപോലെ മറ്റു പലരും ഒക്കെ ഉണ്ട്. അവരുടെ സ്ഥാനത്ത് ഞാൻ ഇവളെ ചേർക്കണോ? അതെന്താ, ഇവളെ ചേർത്താൽ, ഇവളെ ഉൾപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? ഇവളെൻ്റെ ജീവനെടുത്ത് രസിക്കുന്ന പെൺകുട്ടിയാ. അപ്പം അവന്തിക പറഞ്ഞു, കണ്ടോ അമ്മായി പറയുന്നത്? ഇതൊന്നും നീ കാര്യം ആക്കണ്ട. മോതിര കൈ മാറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാതി കല്യാണം കഴിഞ്ഞു എന്നല്ലേ, അതുകൊണ്ട് അതാകാനിരിക്കുകയല്ലേ. മോൾ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് സംസാരിച്ച് മോളുടെ മൂഡ് കളയണ്ട. ഇവനെ മോളുടെ മൂഡ് കളയും എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി അവന്തികനെ വിളിച്ചുകൊണ്ട് പോയി. എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് കേട്ടോ, നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായത്, നമ്മുടെ അഭിയുടെ അടുത്തേക്ക്, അഭിയുടെ ക്യാബിനിലേക്ക് നവ്യ വന്നിട്ട് പറഞ്ഞു, എല്ലാം അവൾ തന്നെ നേടിയല്ലോ. നീ ഇപ്പം അനിയുടെ മുമ്പിൽ പരാജയപ്പെടുന്ന 2ാമത്തെ തവണയല്ലേ? അത് പിന്നെ നവ്യേ, ആരോ നമ്മളെ ചതിക്കുന്നുണ്ടടി. കമ്പനിക്കകത്തേതോ ചാരം കടന്നുകൂടിയിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നത്. അച്ഛനോ? ഏതച്ഛൻ? എന്താ അഭി? അല്ല, അച്ഛനല്ല, അച്ചായൻ, ഡേവിഡ് അച്ചായൻ. ഡേവിഡ് അച്ചായനോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യ മനസ്സിൽ വിചാരിക്കും, ഞാനറിയാത്ത വല്ല അച്ഛനും ഇവനുണ്ടോ? കാണും, അതുപോലെ ഒരു അമ്മയുടെ മോനല്ലേ എന്നൊക്കെ. അപ്പോൾ അഭി ചോദിച്ചു, നീ എന്താ ചിന്തിക്കുന്നതിന് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ ആരെയും സംശയമില്ല. അല്ല, ഈ മാളവികനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? അത് പിന്നെ മാളവിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. അവൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന കൂട്ടത്തിലുള്ളതല്ലേ. ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആകുമ്പം ജയവും പരാജയവും ഒക്കെ അതിലുണ്ടാവുമല്ലോ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് നവ്യ ചിന്തിക്കുന്നത്. പക്ഷേ എന്തോ ഒന്നുണ്ട് ഇതിന് പിന്നിൽ. ഡേവിഡ് സാറിന് അവളുടെ കാര്യത്തിൽ ചെറിയ സംശയം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് പരാജയപ്പെട്ടോണ്ടാണോ മാളവികയെ ഡേവിഡ് സാറ് സംശയിക്കുന്നത്? അതും കൊണ്ടൊന്നുമല്ല. അവൾക്ക് ഒരുപാട് ഐഡിയാസ് ഒക്കെ കൊടുത്തതാണ്, എന്നിട്ടും തോറ്റുപോയില്ലേ. ഞാനിതേപ്പറ്റി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. 100% മാളവികയെ മാത്രം വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ സഹായം കൂടെ തേടണമായിരുന്നു. അത് പിന്നെ തേടിയല്ലോ. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, മറ്റുള്ളവരുടെ ഐഡിയാസ് മാക്സിമം യൂസ് ചെയ്തു എന്ന്. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് യാതൊരു പ്രയോജനം നമ്മുടെ കമ്പനിക്കില്ലല്ലോ. അത് പിന്നെ നവ്യേ, കമ്പനിയെ ഒറ്റുന്നത് ആരാണെങ്കിലും ശരി, അവർ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല. ഡേവിഡ് സാറിൻ്റെ പോളിസി അത് തന്നെയാണ്. ചതിക്ക് പകരം ചതി, കൊലയ്ക്ക് പകരം കൊല, തലയ്ക്ക് പകരം തല.
ദേ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോയി കേട്ടോ. അഭി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ഇനിയിപ്പോൾ നമ്മുടെ മാളവികേനെ ഒറ്റാൻ ചാൻസ് ഉണ്ട്. മാളവിക മിക്കവാറും ചാകാനും ചാൻസ് ഉണ്ട്. മാളവികേനെയാണ് ഇവരിനിയിപ്പോൾ ലക്ഷ്യമിടുന്നത്. മാളവികയാണ് ഇവർക്ക് തടസ്സമെങ്കിൽ മാളവികേനെ തന്നെ വെട്ടിമാറ്റും. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയും നന്ദുവും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയുടെ വിവാഹക്കാരിയാണ് സംസാരിക്കുന്നത്. നിനക്ക് വിഷമമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. മാത്രമല്ല നീ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഞാൻ ഒരിക്കലും വിവാഹത്തിനോ എൻഗേജ്മെൻറ്റിനോ ഒന്നും വരില്ല എന്ന് പറഞ്ഞപ്പം വരരുത് എന്നല്ല ഞാൻ പറഞ്ഞത് മോളെ, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കണം, നീ ആയിട്ടൊരു തടസ്സം ഉണ്ടാക്കരുത് ഈ വിവാഹത്തിന്, നിനക്ക് ആ ഒരു ചീത്തപ്പേര് വരരുതെന്ന്. ഏതായാലും നന്ദു ഒരിക്കലും ഇല്ല, എനിക്ക് ആ ചീത്തപ്പേര് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനി കയറി വരികയാണ് കേട്ടോ. അനി കയറി വന്നത് നമ്മുടെ നന്ദു ഞാൻ പോവാ നയനേച്ചി എന്ന് പറഞ്ഞ് അനിയുടെ മുഖത്ത് നോക്കാതെ അങ്ങ് ഇറങ്ങി പോകണം. എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. പക്ഷേ അനി നയനയുടെ മുമ്പിൽ നിന്ന് അതൊന്നും കാര്യമാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നന്ദു ഇറങ്ങിപ്പോയി. അപ്പം നമ്മുടെ അനി നയനയോട് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചോദിക്കുക. കള്ളക്കളി ഏതായാലും കൈയോടെ കൂടി പിടിക്കണമല്ലോ. നമ്മുടെ മുത്തശ്ശനും മരുമോളും തമ്മിലുള്ള കൊച്ചുമരുമോളും തമ്മിലുള്ള കള്ളത്തരം നമ്മുടെ അനി കണ്ടുപിടിച്ചിട്ട് അത് പറയാൻ പോകുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.